ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക്. നമ്മുടെ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പുട്ട്. പലതരം പുട്ടിൽ അരിപുട്ട്, ഗോതമ്പ് പുട്ട്, റാഗി പുട്ട്, ആ പുട്ട്, ഈ പുട്ട്, ഉഫ്, ഒരുപാട് പുട്ട് വെക്കുന്നുണ്ടാ. കുഴപ്പമില്ല, പുട്ടല്ലേ, പുട്ടിൽ പാട്ട് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെ, ഇന്നത്തെ എൻ്റെ റെസിപ്പി റവ കൊണ്ടൊരു പുട്ട്. വറുത്ത റവ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ പുട്ടിൽ നനയ്ക്കാം. പക്ഷെ ഇത് ഞാൻ കാച്ചിയ പാല് ചൂടാറിയതിന് ശേഷം അത് ഒന്ന് റവയിൽ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കതൊന്ന് കുതിർത്താൻ വെക്കാം. അപ്പോൾ പാലും റവയും ഒന്ന് അബ്സർവ് ആക്കിയിട്ടും നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. ബാക്കിയൊക്കെ സംഭവം സെയിം. പുട്ടുകുറ്റി ഞാൻ ഉപയോഗിക്കുന്നില്ല ഉള്ളൂ. പക്ഷെ ഇച്ചിരി ഫാൻസിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വാഴയിലൊക്കെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് നോക്കിയേ. അടിപൊളി റവ പുട്ട് തയ്യാറാണ്. ഇതിനോടൊപ്പം നമ്മൾ തേങ്ങ ചിരണ്ടിയതും ശർക്കര പൊടിയും പിന്നെ ഇച്ചിരി പഞ്ചസാരയും പിന്നെ അങ്ങോട്ട് ഒരു സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കഴിച്ച് നോക്കിയാൽ കിടു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാ. പക്ഷെ ചൂടോടെ കഴിക്കണം. ചൂടാറി കഴിഞ്ഞാൽ ഇതൊരുമാതിരി കട്ടിയാവും. പാല് ഒഴിക്കണ കാരണം സോഫ്റ്റ് ആവാനും മതി. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്നാക്സിന് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരും. ലവ് യു ഓൾ, ബൈ.